പക്ഷെ നിർത്തിപ്പോയ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൻ്റെ ട്രെൻഡ് എന്താണെന്ന് അറിയോ? ഇന്ത്യ വിട്ടു പോകുന്നു, ഫോറക്സ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തൊരു ക്രിപ്റ്റോ കോയിനോ അങ്ങനെ എന്താണ്ട് നമ്മളോട് പറയുന്ന കാര്യം ഒരിക്കലും താഴത്തോട്ട് പോവില്ല, കണ്ണടച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിന്റെ ചാർട്ട് മുകളിലോട്ട് മാത്രമേ പോകുള്ളൂ എന്നാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് നിഫ്റ്റി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ട് പോലും പോർട്ട്ഫോളിയോസ് ഇപ്പോഴും നെഗറ്റീവിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് പച്ചയിൽ തന്നെ ക്ലോസ് ചെയ്യണം, അല്ലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാണ്. അങ്ങനെ വളരെ നല്ലൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം യുഎസും മറ്റു മാർക്കറ്റുകളും വലിയ ബ്ലഡ് ബാത്ത് കാണിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുന്ന ഒരു പ്രതിനിധി ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഗ്ലോബൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റിവിറ്റി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആക്ച്വലി ആദ്യമൊക്കെ നമ്മൾ പറയും ഗ്ലോബൽ മാർക്കറ്റിന് ഇന്ത്യൻ മാർക്കറ്റാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരിച്ചു തോന്നുന്നു. നമ്മൾ ബീറിഷ് പോയപ്പോൾ അവരെല്ലാം ബുള്ളിഷായിരുന്നു, നമ്മൾ തിരിച്ചു കയറി തുടങ്ങിയപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ബീറിഷ്നെസ്. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു 22,000 ഒക്കെ നല്ലൊരു സപ്പോർട്ട് എടുത്ത് അടുപ്പിച്ചൊരു 6 ദിവസം ഗ്രീൻ മാർക്കറ്റ് കണ്ടു. പക്ഷെ നിഫ്റ്റി ഗ്രീൻ ആണെങ്കിലും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റോക്കുകൾ കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻഡസ് ഇന്ത്യ വീണിട്ടുകൂടി ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഗ്രാജുവലി റിക്കവർ ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് റാലിയൊന്നും നടത്തിയില്ല, ചെറിയ ചെറിയ ട്രെൻഡുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മാർക്കറ്റിൽ പോസിറ്റീവായിട്ടാണ് ഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം ഇന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു റാലിയാണ് നടത്തിയത്. പക്ഷെ എന്നാലും പോസിറ്റീവ് തന്നെ എൻഡ് ചെയ്തു. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള റീസൺ ഗ്ലോബൽ മാർക്കറ്റാണ്. ഇതുണ്ട്, ഗ്ലോബൽ മാർക്കറ്റും ഉണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ യുഎസിലൊക്കെ ബ്ലഡ് ബാത്തായിരുന്നു, പൊട്ടലായിരുന്നു. നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ സംസാരിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ച പോലെയാണ് യുഎസ് ഇപ്പോൾ വീഴുന്നത്. ഒരു നാസ്ഡാക്കിൻ്റെ ഒക്കെ ചാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു, അത്ര വലിയ ക്രാഷാണ്. നാസ്ഡാക്കിന് ട്രംപ് വലിയൊരു കാരണമാണ്, മറ്റു പല റീസൺസും ഉണ്ട്. ഏതൊരു നേതാവും ഒരു പക്വതയില്ലാത്ത ഈ രീതിയിലുള്ള സംസാരങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. പരസ്യമായിട്ട് ചൈന യുഎസിനെ വെല്ലുവിളിച്ചു. അതായത് നിർത്തിക്കോ മോനെ നിന്റെ പരിപാടി, ഓവറായിട്ട് വല്ലാണ്ട് വലിയ ഇടപാടൊന്നും വേണ്ട, നിർത്തിക്കോ, യുദ്ധം ചെയ്യാനാണെങ്കിൽ അവസാനം വരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളും തയ്യാറാണെന്ന് പരസ്യമായിട്ട് ചൈന പറഞ്ഞു. ഇത് ചൈനയ്ക്കറിയാം ഇങ്ങനൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ലോകാവസാനമാണെന്ന്. അവസാനം നിർത്തിക്കോ നിൻ്റെ പരിപാടി എന്ന് ഓപ്പണപ്പായിട്ട് പറയുന്ന രീതിയിലോട്ട് ചൈന വന്നു. അമേരിക്കയും അതേ വെല്ലുവിളി തന്നെ പറയുന്നത്. ഇതൊരിക്കലും മനുഷ്യരാശിക്ക് പോലും ഹ്യൂമാനിറ്റിക്ക് പോലും നല്ലതല്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ വിടും, സ്റ്റോക്ക് മാർക്കറ്റ് ഇതിലാവട്ടെ, ഹ്യൂമാനിറ്റിക്ക് പോലും നല്ലതല്ല എന്നുള്ളതാണ്. രണ്ട് രാജ്യവും സമന്വയം പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ രീതിയിൽ ഇൻഡെക്സ് കുറച്ച് ഹൈക്ക് കാണിച്ചെങ്കിലും പലരുടെയും പോർട്ട്ഫോളിയോ ഇപ്പോഴും പോസിറ്റീവായിട്ടില്ല, നെഗറ്റീവിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നിഫ്റ്റി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ട് പോലും പോർട്ട്ഫോളിയോസ് ഇപ്പോഴും നെഗറ്റീവിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ ബീറിഷ്നെസ് കഴിഞ്ഞു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 4-5 മാസമായിട്ട് വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റല്ലേ, കുറച്ചൊക്കെ ഒരു പച്ചപ്പ് കാണിക്കേണ്ട ആണ്. 5-6 മാസമായിട്ട് വീഴാലോ, ഇടയ്ക്കെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തണമല്ലോ എന്നാണ്. മാർക്കറ്റ് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഹൈയിലോട്ട് മാർക്കറ്റ് ആകണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യണം. നമുക്ക് തൊട്ട് മുകളിലുള്ള ഒരു മേജർ സ്വിംഗ് ഹൈ 23,800 യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആകണമെങ്കിൽ ഈ പറയുന്ന സ്വിംഗ് ഹൈ 23,800 ബ്രേക്ക് ചെയ്യണം. അത് ഒട്ടും അടുത്തല്ല, ഏകദേശം 1,400 പോയിൻറ്റുകൾ അപ്പുറത്താണ്. അപ്പോൾ ഗ്രാജുവലി ഒരു ഹയർ ഹൈ മേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്താലേ നമുക്ക് മാർക്കറ്റ് റിയലായിട്ടൊരു ബുള്ളിഷ് ഫേസിലോട്ട് മാറും എന്ന് പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു പക്ഷേ കുറച്ച് നാൾ കൂടി കൺസോൾഡേറ്റ് ചെയ്യും. നമുക്ക് ലോ ആയിട്ടുള്ള 21,800 ഓൾറെഡി മാർക്കറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ 1, 2, 3 മാസം അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടർ റിസൾട്ട് അല്ലെങ്കിൽ 1, 2 ക്വാർട്ടറിലോട്ട് ഒരു പക്ഷേ മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് നിൽക്കുകയും ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ടെലിഗ്രാമിലൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഒരു പോസ്റ്റ്, ഇന്നത്തെ റിക്കവറി കണ്ടിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്ര എങ്ങനെയാണ് ഇട്ടത്, ഇന്നത്തെ റിക്കവറി അടിപൊളിയാണ് എന്നുള്ളൊരു മെസ്സേജ് ഇട്ടപ്പോൾ കൂടുതൽ ആളുകളുടെ റിപ്ലൈ ഇത് അവസാനത്തെ റിക്കവറിയാണ്. അതായത് ആളുകളെല്ലാം ഇപ്പം ഭയങ്കര നെഗറ്റീവാണ്, ബെയറിഷാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ ഹോപ്പ്ലെസ് ആയി എന്നാണ് ഈ പോർട്ട്ഫോളിയോയെ തന്നെ പ്രധാന പ്രശ്നം. ആളുകൾ ഹോപ്പ്ലെസ് ആവുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന മിഡ് ക്യാപ്പ് മൂവ്മെൻറ്റും സ്റ്റോക്സും മാത്രമാണ്. ആ പോർട്ട്ഫോളിയോ ഒരിക്കലും തിരിച്ചു കയറില്ല.
തിരിച്ചു കയറുന്ന പോർട്ട്ഫോളിയോസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റീറ്റെയിൽ പ്ലേയേഴ്സ് ഈ റിക്കവറി ആയിട്ട് പരിഗണിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബീറിഷ്നെസ് കഴിഞ്ഞു എന്ന് അവർ അംഗീകരിക്കുന്നില്ല, അവർ കൂടുതൽ ബീറിഷ് ആണെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വീഴില്ല. മാർക്കറ്റ് ഈ ലെവലുകൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ റെസ്പോൺസാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഒബ്സർവേഷന് വേണ്ടി നോക്കാറ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വരുന്ന കമൻറ്റ്സ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ബീറിഷാന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരന്ന് ബുള്ളിഷ് കമൻറ്റുകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഇത് അവസാന സ്വിംഗ് ഹൈ ലോ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോൾ പോലും കമൻറ്റുകളിൽ മൊത്തം ഇല്ല, ഇത് ഇനിയും താഴത്തോട്ട് പോകും എന്നുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെയാണെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ ഇനിയും വീഴും എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു റൈറ്റ് ടൈം ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അപ്പോഴും പറയില്ല. നമ്മൾ കൂടുതൽ സ്കെയിൽ ചെയ്യേണ്ടത് 23,800 മുകളിലോട്ട് വരുമ്പോഴാണ്. എന്നാൽ ഒരു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊക്കെ നമുക്ക് ഈ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഒരു ബേസ് ഈ ലെവലിൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ 1, 2, 3 മാസം ഇവിടെ ബേസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇനി ഫർദർ ഡൗൺ സൈഡ് ആണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും താഴ്ത്തോട്ടില്ല എന്നതിൻ്റെ സൂചന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ റെസ്പോൺസ് നമുക്ക് തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോളർ ഇൻഡെക്സ് തിരിച്ചു കയറി. അപ്പോൾ ഡോളർ ഇൻഡെക്സ് തിരിച്ചു കയറിയെങ്കിലും കറൻസിയുടെ വാല്യൂ കൂടുന്നില്ല. ഇപ്പോൾ ഒരു 87 എത്തിയ കറൻസി തിരിച്ച് 87 ആകുന്നില്ല എന്നാണ് പലരുടെയും കൺസെപ്റ്റ്. 87 കറൻസി തിരിച്ച് 85 വരുന്നില്ല. ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞു, ഡോളർ ഇൻഡെക്സ് നോർമൽ റേറ്റിലോട്ട് വന്നു. നമ്മുടെ കറൻസി 83 87 ആയിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ച് 83 ആവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട. ഇന്ത്യൻ കറൻസിയുടെ പ്രത്യേകത ഒരു പ്രാവശ്യം വില കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് അതിൻ്റെ ബേസ്. പെട്ടെന്ന് കയറി പോവാതെ മാത്രം RBI നോക്കുകയുള്ളൂ. തിരിച്ച് കൊണ്ടുവരാൻ RBI പലപ്പോഴും നോക്കാറില്ല. ഈ 87-86 റേഞ്ചിൽ ഒരു പക്ഷേ ഇനി ഒരു വർഷമോ അവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തേക്കാം. ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എനിക്കാണ് ആസ് എ ന്യൂ ഇൻവെസ്റ്റർ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ആഡി സെയിൽ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സ്റ്റോക്കുകളും ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ആസ് എ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഉള്ളത്. പക്ഷേ പലപ്പോഴും ന്യൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇതൊരു ഭീതി തന്നെയായിരിക്കും അല്ലേ? മാർക്കറ്റ് വീഴാണ്, ഒരുപാട് പേർക്ക് ലോസ് ആണ്. പുതിയ ആൾക്കാർ മാർക്കറ്റ് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു 26 നിന്നപ്പോൾ ഉള്ളൊരു വിഷമം എന്തായാലും ഉണ്ട്. അവർക്ക് ഇതുവരെ അത് മാറിയിട്ടുണ്ടാവില്ല. അപ്പം ന്യൂ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ആണോ സുനിൽ? എങ്ങനെയാണ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്ക് ഇതാണ് ഏറ്റവും അടിപൊളി. ഞാൻ പറയുന്നത് കണ്ണടച്ച് നിങ്ങൾ ബീസുകൾ വാങ്ങുക, ഒരു സ്റ്റോക്കും മേടിക്കേണ്ട. ദിസ് ഈസ് എ വെരി ഗുഡ് ടിപ്പ്. ഈ ഡിപ്പിൽ നിങ്ങൾ ഇനി കുറച്ച് താഴെ പോയാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ETFs, ഇപ്പോൾ ബാങ്ക് ബീസോ, നിഫ്റ്റി ബീസോ, IT ബീസ്, ഫാർമ ബീസ്, സിൽവർ ബീസ്, ഗോൾഡ് ബീസ്, ഇത്തരത്തിലുള്ള ബീസുകൾ മാത്രം മേടിച്ചാൽ പോലും നിങ്ങളൊരു നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിലോട്ടാണെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ റിക്കവറി ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് റിക്കവറി ചെയ്യുന്നുണ്ടെങ്കിലും റിക്കവറി ചെയ്യേണ്ട സെക്ടർ ബാങ്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻസ് സെക്ടറായിരുന്നു. ഈ സെക്ടറുകളിൽ റിക്കവറി കാണുന്നില്ല. ഇത് എനിക്ക് ഒരു ഭീതി ഉണ്ടാക്കുന്ന, നമ്മൾ പേടിക്കേണ്ട ഒരു സാധനം. റിക്കവറി ചെയ്യേണ്ട സെക്ടർ ബാങ്കാണല്ലേ, ആ ബാങ്കാണ് ഈ തവണത്തെ റാലിയിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന സെക്ടറാണ്, നല്ല വാല്യൂഷനിൽ നിൽക്കുന്ന സെക്ടറാണ്. ഇവർ കയറുന്നില്ല, വലിയ മൂവ്മെൻറ്റുകളൊന്നും ബാങ്കിൽ കാണുന്നില്ല. അത് എന്നെ സംബന്ധിച്ചോളം അത്ര നല്ല പോസിറ്റീവ് സൈൻ അല്ല. ഈ റിക്കവറീനെ റൈറ്റ് റിക്കവറി ആണെന്നുള്ള ഒരു കൺഫർമേഷൻ ഞാൻ എടുക്കാത്തതിന്, ഒരു 100% കോൺഫിഡൻസ് വരാത്തതിൻ്റെ ഒരു റീസൺ ബാങ്ക് സെക്ടറുകളിൽ പോസിറ്റിവിറ്റി കാണുന്നില്ല എന്നുള്ളതാണ്. ബാങ്കിങ് നമ്മളിപ്പോഴും ഇനി ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളായിരിക്കും എപ്പോഴും റിക്കവറിയിൽ ആദ്യം മൂവ് ചെയ്യുക. എല്ലാ സെക്ടറുകളുടെയും ടോപ്പ് സ്റ്റോക്കുകൾ ബാങ്കിലാണെങ്കിലും FMCGയിലാണെങ്കിലും ഒക്കെ ബ്ലൂ ചിപ്സിലുള്ള ടോപ്പ് സ്റ്റോക്കുകൾ, നിഫ്റ്റി 50യിലുള്ള ടോപ്പ് സ്റ്റോക്കുകളിൽ ഒരു ബിഗിനറിന് ഇപ്പോൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു സാധാരണ ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേണേക്കാൾ അധികമായിരിക്കും ഇത്തരത്തിലുള്ള കറക്ഷൻ മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ. ഒരു 1 year to 2 year ഒക്കെ വെയിറ്റ് ചെയ്യാൻ കൂടി അവർ റെഡിയാണെങ്കിൽ മികച്ച റിട്ടേൺസ് ആയിരിക്കും ബിഗിനേഴ്സിന് ഈ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ന്യൂ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എല്ലാ സ്റ്റോക്കുകളും, നല്ല സ്റ്റോക്കുകൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ ETF, അതായത് ഈ പറയുന്ന മൊമെൻറ്റം സ്റ്റോക്കുകളുടെ പിന്നാലെ പോവാതിരിക്കുക ഈ സമയത്ത്. അതായത് കഴിഞ്ഞ തവണ ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോയ സ്റ്റോക്ക് വീണ്ടും മുകളിലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട. മറിച്ച് ഫസ്റ്റ് റൗണ്ട് റാലി നടത്തുന്നത് ബ്ലൂ ചിപ്സ് ആയിരിക്കും. ബ്ലൂ ചിപ്സിൽ ഒരു പേടിയും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് ഞാനൊരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ 20% റീറ്റെയിൽ F&O ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് F&O മാർക്കറ്റിനെ ബാധിക്കുക? എന്തുകൊണ്ടായിരിക്കും ഇത് വരാനുള്ള റീസൺ? ഇതിന് വേണ്ടിയിട്ടാണ് സെബി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ഓവർ റിസ്ക് എടുക്കുന്ന, കണ്ണടച്ച് ട്രേഡ് ചെയ്യുന്ന, ഈ ബ്ലൈൻഡ് സ്ട്രാറ്റജി ട്രേഡ് ചെയ്യുന്ന, അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ, ബ്ലൈൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി.
അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുന്നവർ നിർത്തി പോകണം എന്ന് സെബി പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റാണ്. പക്ഷേ ഈ നിർത്തിപ്പോയ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൻ്റെ ട്രെൻഡ് എന്താണെന്ന് അറിയോ? ഫോറക്സ് ഇന്ത്യ വിട്ടു പോകുന്നു, ഫോറക്സ് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെബി നമ്മളിത് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഇതിലേക്ക് ചെന്ന് ചാടും, ഫോറക്സിലോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്. റിയലി ആളുകളെല്ലാം ഫോറക്സിലോട്ട് കൂടുതൽ പോവാണ്. എന്താ പറയാ, അവിടെ സെബി ഇല്ല, ഒന്നുമില്ല, നമ്മുടെ എന്ത് നടക്കും എന്നുള്ള കുളത്തിന്ന് പോയിട്ട് അതിനേക്കാൾ വലിയ കയത്തിൽ പോയി ചാടിയ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. ആരും കൺട്രോൾ ചെയ്യാനില്ല, വലിയ ലോസുകളായിരിക്കും അവരുണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇക്വിറ്റി ചെയ്യും, ആ ലോസ് ഒഴിവാക്കുക, ആ ലോസ് തിരിച്ചു പിടിക്കാനായിട്ട് F&O ചെയ്യും, F&Oയിലെ ലോസ് തിരിച്ചു പിടിക്കാനായിട്ട് ഫോറക്സിലും ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യും. ലാസ്റ്റ് ഒരു തീരുമാനമാകും. അപ്പോൾ സെൽ പറയുന്നത് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ F&O ട്രേഡേഴ്സ് ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളതാണോ, അതോ ട്രേഡിങ്ങേ നിർത്തിപ്പോയി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും? അല്ല, എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ട്രേഡിങ് നിർത്തി. വളരെ കുറച്ച് ആൾക്കാർ ട്രേഡ് F&O നിർത്തി സ്വിങ്ങിലോട്ടും ഇക്വിറ്റിയിലോട്ടും മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ സമയത്ത് എന്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഇല്ല, അവരും നിർബന്ധമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ETFസിലോട്ട് മാറിയിട്ടുണ്ടാവും, കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവും. സെറോദ പോലും പറഞ്ഞത് അവരുടെ ബ്രോക്കറേജിന് 30 മുതൽ 40% വരെ ഡിപ്പ് വന്നു എന്നാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കാരണം അവരുടെ ഗ്രോത്ത് കണ്ടിട്ട് അസൂയുണ്ടെന്നാണ്. അങ്ങനെയല്ല, ആക്ച്വലി നമ്മളൊക്കെ ഞാനൊക്കെ തുടക്ക സമയത്ത് F&O ട്രേഡ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്കൊണ്ട് വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമില്ല, ഞാനൊക്കെ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് പഠിച്ചു. എനിക്ക് 18,000 രൂപ ലോസ് ഉണ്ട്, പക്ഷെ എൻ്റെ ബ്രോക്കറേജ് 66,000. ഞാൻ ദൈവം ഇതൊക്കെ ഒരു ഇയറിലെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ അന്ന് ചെയ്ത് പഠിച്ച സമയത്ത് ഇപ്പോൾ എൻ്റെ റിപ്പോർട്ട് ഞാൻ എൻ്റെ പൊണ്ണി കാശൊക്കെ എൻ്റെ കൊണ്ടുപോയില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പം അന്ന് എനിക്കൊരു കുശുമ്പുണ്ടായിരുന്നു സെറോദനോട് ചെല്ലപ്പോൾ. അതായത് സെറോദയ്ക്ക് മാത്രമല്ല, എല്ലാ ബ്രോക്കേഴ്സിനും ഇത് സംഭവിച്ചിട്ടുണ്ട്. പല ബ്രോക്കേഴ്സും പൂട്ടിപ്പോകുന്ന, ഇപ്പം നമ്മൾ 2008 ക്രാഷ് നോക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന 50% ബ്രോക്കേഴ്സ് അന്ന് പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഹ്യൂജ് ലോസ് ബ്രോക്കേഴ്സിന് നേരിടേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പറയുകയും ചെയ്തു സെബിയുടെ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല ബ്രോക്കേഴ്സിനെയും സെബിയുടെ എയിം അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന്റെ എയിം കുഞ്ഞ് ബ്രോക്കേഴ്സ് ഒക്കെ നിർത്തി പോകൂ, ഞങ്ങൾക്ക് വലിയ ബ്രോക്കേഴ്സിനെ മതി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അതായത് പണ്ടുണ്ടായ F&Oയുടെ അത്ര ഒരു പുഷ് ഇപ്പൊ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നല്ലതല്ലേ, ആൾക്കാർ കൂടുതൽ ഇക്വിറ്റി ചെയ്യട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതായത് മാത്രമല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ക്വിറ്റ് ഇന്ത്യ കം ടു ദുബായ് ട്രെൻഡ്, ഫോറക്സ് ചെയ്യാൻ ദുബായിലോട്ട് വരൂ എന്നാണ് പരസ്യമായിട്ടുള്ള ട്രെൻഡാണ്. എത്ര യൂട്യൂബേഴ്സ് അത്തരത്തിലുള്ള വീഡിയോ ഇടുന്നത്. ഞാൻ ഇന്ത്യ വിടാനുള്ള കാരണം, ഞാൻ ദുബായിലോട്ട് മാറി, ഇന്ത്യ വിട്ട് ദുബായിൽ പോയി ട്രേഡ് ചെയ്യാം, ഞാനും പോവാണ്, എല്ലാവരും പോവാണെങ്കിൽ ഞാനും പോയി ദുബായിൽ പോയി ട്രേഡ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യം, എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും സെക്യൂരിറ്റിയും സേഫ്റ്റിയും ശരിയാണ്. ടാക്സ് കൂടുതലാണ്, ബ്രോക്കറേജ് കൂടുതലാണ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഫോറക്സിലോട്ടോ ക്രിപ്റ്റോയിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ പ്രോബ്ലത്തിലോട്ടായിരിക്കും അവർ പോയി ചാടുക. അപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റിൽ നിൽക്കുക. ഇനി ദുബായിലൊക്കെ പോയി ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻട്രാക്റ്റീവ് CFT മാറ്റിയിട്ട് ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ ദുബായിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ്, എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യും. ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു ചെറിയ റിക്കവറി ഒക്കെ കിട്ടും. ഇപ്പോൾ മാർച്ച്, ഇന്നത്തെ ഡേറ്റ് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, ഇന്ന് മാർച്ച് 11 മാർച്ച് 20 എന്ന് പറയാനുള്ള കാരണം അതൊരു മാർക്കറ്റ് സൈക്കിളാണ്. ഞാൻ മാർച്ച് 20 പിറ്റേ ദിവസം സ്വിച്ചിട്ട് മാറി മാർക്കറ്റ് തിരിച്ചു കയറുമെന്നല്ല. നിയർലി മാർച്ചിലോട്ട് ഈ ബീറേഷനസിൻ്റെ എൻഡ് ഒരു മാർച്ച് ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ മാർച്ച് 20 ആയിരിക്കും ഈ ഒരു ട്രെൻഡ് അവസാനിക്കുക. പ്ലസ് മാർക്കറ്റ് 21,000 22,000 റേഞ്ച് വരെയും കറക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത്. നമ്മൾ സെപ്റ്റംബറിൽ വരച്ച് വെച്ച ചാർട്ട്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന മാർച്ചിലോട്ട് ഒരു ബിയറിഷ് ട്രെൻഡ്, അതായത് Q4 റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപ്. അതുകൊണ്ടാണ് അത് മാർച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രമേ കാണാം. അല്ലാതെ
മറ്റേ കവിട് നിരത്തി മറിച്ചിട്ട് കണ്ടുപിടിച്ചല്ല. തീർച്ചയായിട്ടും. അപ്പോൾ Q4 തൊട്ട് മുമ്പുള്ള മന്ത് Q4 എക്സ്പെക്റ്റേഷൻ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പകുതിയോടുകൂടിയാണ്. അപ്പോൾ Q4 നന്നാകുമെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു കയറും. പ്ലസ് റൈറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു 21,000 അടുത്താണ്, P19 ആ ലെവലിലോട്ട് വരിക. ഇല്ലെങ്കിൽ വീണ്ടും ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് റൈറ്റ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ഈ പറയുന്ന 21,000 to 22,000 റേഞ്ച് മാർച്ച് 20. അല്ലാതെ നമ്മൾ മറ്റ് ലോജിക് സിമ്പിൾ ലോജിക് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും സുനിൽ എന്തോ സീക്രട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമൺ സെൻസ് മാത്രമാണ്. ഒരു കോമൺ മാർക്കറ്റിൽ ഇത്ര നാളുണ്ടായതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ കിട്ടും. നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് സൈക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല സൈക്കിൾസിലാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഫാള് വെച്ച് നോക്കുമ്പോൾ ഈ ഫാളൊക്കെ ചെറിയ ഫാളല്ലേ, റിസ്ക് ചെറുതായിരുന്നു എങ്കിലും ഈ ഫാളിൻ്റെ ഡ്യൂറേഷൻ ഈസ് വെരി ഹ്യൂജ്. അടുപ്പിച്ച് 4 മാസം റെഡ് മാത്രം കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഹിസ്റ്ററിയിൽ അധികം കണ്ടിട്ടില്ല, പുതിയതാണ്. അതുകൊണ്ടാണ് ഈ ഫാളിന് ഫീല് കൂടുതൽ വന്നത്. ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് മാത്രമല്ല, മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 35% കറക്ഷൻ പല സെക്ടേഴ്സിലും നടത്തി. അപ്പം ഇത് സാധാരണക്കാർക്കാരുടെ പോർട്ട്ഫോളിയോനെയാണ് എഫക്ട് ചെയ്തത്. 40%, 30% ഇടിഞ്ഞ പോർട്ട്ഫോളിയോസ് ആളുകളുടെ കയ്യിലുണ്ട്. വലിയ സീനാണ് അവർ, പുതിയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഈ പറയുന്ന നല്ല സ്റ്റോക്കുകളിലോട്ട് പയ്യെ ആവറേജ് ചെയ്യുക. പഴയ കൊള്ളില്ലാത്ത സ്റ്റോക്കുകൾ വെറുതെ ആവറേജ് ചെയ്ത് പണി മേടിച്ച് വെക്കാതിരിക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല റിക്കവറി മാർക്കറ്റുകൾക്ക് വേണ്ടി എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഇന്ത്യ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ദുബായ് പോയിരുന്നു നിങ്ങളുടെ കാലൂത്തരുത്, ഓടിക്കോളൂ. ദുബായ് പോയൊരു തിരിച്ചു വരും. അതെ, ഇവിടെ തിരിച്ചു വരരുത്. നിങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരാതെ അവിടെ തന്നെ ഇരുന്ന് ഫോറക്സ് ട്രേഡ് ചെയ്തോളാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യ മാർക്കറ്റ് തിരിച്ചു വരാണ്ട് എവിടെ പോകാൻ, തിരിച്ചു ആക്ച്വലി എന്താണെന്ന് ഇപ്പോൾ ക്രിപ്റ്റോനെ കുറിച്ച് വീഡിയോ ഇടാനായിട്ട് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് പൈസ മേടിച്ചിട്ട് വേണമെങ്കിൽ ക്രിപ്റ്റോനെ കുറിച്ച് വീഡിയോ ഇടാം. ഫോറക്സിനെ കുറിച്ച് വീഡിയോ ഇടാനായിട്ട് ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് വേണമെങ്കിൽ കാശ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ട്രെൻഡ് ഉണ്ടാക്കുന്നത്, കേരളം വിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വിട്ട് ദുബായി പോയി ട്രേഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടുള്ള വീഡിയോസാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ടും എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്കുള്ള ഓഫേഴ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, പുറത്ത് നടക്കുന്ന ട്രെൻഡുകളെ കുറിച്ചിട്ട്. ചുമ്മാ ഒരു മാസം വെറുതെ കൈകെട്ടിരുന്ന് 5-6 പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഫോറക്സിൻ്റെയും ക്രിപ്റ്റോൻ്റെയും പോഡ്കാസ്റ്റ് ചെയ്താൽ 4-5 ലക്ഷം രൂപ ചുമ്മാ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ചർച്ച ചെയ്താൽ മതി. അപ്പോൾ അതൊന്നുമില്ല. യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ കമൻസ് കാണാം. യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിങ്ങൾ ഊഹിക്കാം. ഒരു 5 ട്രേഡിൻ്റെ സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഒരു 2 ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ള പൈസ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് നമുക്കും വേണമെങ്കിൽ ചെയ്യാം. ഇന്ത്യ വിട്ട് ദുബായിലോട്ട് പോകും എന്നുള്ള വീഡിയോ ചെയ്താൽ മാസം ഒരു 4-5 ലക്ഷം രൂപയുടെ ലോങ് ടൈം എഗ്രിമെൻ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള റോങ് ഇൻഫർമേഷൻസിലോട്ട് ഒരിക്കലും പോവില്ല. റെഗുലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ് റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ CFT അല്ല, നിങ്ങൾ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പക്ഷേ ചെറിയ ക്യാപിറ്റലുണ്ട്, അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിമം 10 lakhs അല്ലെങ്കിൽ 20 lakhs എങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുക, സ്കാമുകളിൽ പോയി പെടാതിരിക്കുക. ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. മലബാർ ട്രേഡേഴ്സ് സബ്മിറ്റിൽ ഇപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ പങ്കെടുത്തു. അവിടുത്തെ സ്പോൺസേഴ്സ് ആരാണെന്നോ വലിയ കാര്യമായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് എന്തോ ഒരു ക്രിപ്റ്റോ കോയിൻ, പൈക്കോയിനോ അങ്ങനെ എന്താണ്ട്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് അവർ ആ സാധനം എന്താണെന്ന് പറയുന്നത്. നമ്മളവിടെ തിരക്കായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അപ്പം ശ്രദ്ധിക്കുന്നില്ല. നമ്മളവിടെ നിന്ന് അവർ നമ്മളോട് പറയുന്ന കാര്യം ഒരിക്കലും താഴത്തോട്ട് പോവില്ല, കണ്ണടച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ചാർട്ട് മുകളിലോട്ട് മാത്രമേ പോകുള്ളൂ എന്നാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത വഴിക്ക് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. കാരണം അവർ വീഡിയോ എടുത്തു, എന്നെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തു. ഭൂലോക ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, ഭൂലോക ടൈപ്പ് ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അത്രയും വലിയ കള്ളത്തരം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ വില ലോകത്തൊരു സാധനത്തിൻ്റെ വില കൂടി മാത്രം പോകുന്നത്? ഇപ്പോൾ ഗോൾഡിനേക്കാൾ ഡിമാൻഡുള്ളൊരു സാധനമാണെങ്കിൽ മുകളിലോട്ട് മാത്രം പോകുമോ? ഗോൾഡ് ആണെങ്കിലും താഴത്തോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ല. കോയിനെ കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അതിന് ഉടായ്പകളെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഞാനുമായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് കൂടി. അല്ല, ഓൾറെഡി ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പേരും നമ്മുടെ
ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ സാരാണ്ട് പൈസ അടച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ടെലിഗ്രാം. ഞാൻ പറഞ്ഞു നീ പൈസ അടയ്ക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയാതെയാണെങ്കിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ പറയാണ്. പൈസ തന്നായി ഞാൻ കൈ കഴുകിയിരിക്കുന്നു, ഞാനും അവരുമായിട്ട് ഒരു ബന്ധമില്ല. അവരുന്നല്ല ഇപ്പം ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് തരാം, ഷെയർ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ടീമാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.